ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. നിൻ തിരുവടി ജഗദ്രുവമാം പരബ്രഹ്മം, അന്തവും ആദിയുമില്ലാതെ കാലാത്മാവല്ലോ. സന്തതം തവമായ വൈഭവമറിയാതോര് അന്തനോടേവം മറച്ചെന്തരുൾ ചെയ്തിടുവാൻ ബന്ധമായതും ദയാസിന്ധോ. ഓ മമാനുഗ്രഹിച്ച് അന്ധത്വമൊഴിച്ചരുളേണമേ ജഗൽപദേ. കാരണം മത്സ്യാവതാരത്തിനെന്തിതുകാലം വാരിജേക്ഷണാഭവാനെന്ന് അറിഞ്ഞില്ലല്ലോ ഞാൻ. നേരെ നിന്തിരുവടിതാൻ അരുൾ ചെയ്തിടുകിൽ കാരുണ്യാംബുദേ കേൾക്കാൻ ഇരുന്നു വഴിപോലെ. ഞാനതിനുചിതനെന്നാകിൽ നിന്തിരുവടി താൻ അരുൾ ചെയ്യുക മമമോദിപ്പാൻ അഖിലവും. പൂവരനേവം വിചാരിച്ചു നിന്നളവിങ്കൽ പൂവരൻ താനും പ്രസാദിച്ച് അരുൾ ചെയ്തിടിന. കേളടോ ഭവാനെങ്കിൽ ഏഴാം നാൾ ജഗത്രയമോളമേറിയിടും പ്രളയാംബുദൗ മുഴുകിയിടും. മേളമായതിൽ കളിച്ചിടുവാൻ അപേക്ഷ കൊണ്ടാലംബിച്ചിതു മത്സ്യവിഗ്രഹമിതു കാലം. വേദങ്ങൾ അപകരിച്ചിടും ദാനവനെ കൊന്ന ആദരാലതു ദാതാവിനു നൽകേണം താനും. മേലിലങ്ങുലകിടമൊക്കവേ മുഴുകുമ്പോൾ കീലാലനിധിയിൽ നീ താൻ അകപ്പെടും മുൻപേ. ഔഷധി കുലനാം ബീജങ്ങളൊക്കെയുമെടുത്ത് ഈശലെന്നിയേ കരതാരതിൽ ഗ്രഹിച്ചുടൻ വാഴുക വേണമെന്ന്. ഏഴാം നാളുലകിടുമാഴികൾ ചുഴന്നാഴേ പോയി മുഴുകുമ്പോൾ നീയതിൽ വലഞ്ഞുഴന്നിടുന്നോരളവു കാണായി വരും അടുത്തോരു തോണി വന്നുയരവേ. ആ തോണി തന്നിൽ കരയേറുക ഭവാൻ മുതിർന്ന് അത്യരം സപ്തർഷികൾ നമ്മോടുമെന്നാലപ്പോൾ ചിത്തസംഭ്രമത്തോടപ്തിയിൽ തിരകളിച്ചെത്രേയുമുഴന്ന് അങ്ങോടിങ്ങോടു നടക്കുമ്പോൾ സത്വരം മുനികളാൽ പ്രേരിതനായുള്ള നീ മൽധ്യാനം തുടങ്ങുമ്പോൾ അന്തികേ വന്നിടുവൻ മുമ്പിൽ വന്നടുത്തു കാണായി വരുന്നളവൻ്റെ കൊമ്പോടു ചേർത്തു കണ്ടിച്ചിടുക ധരണിയും. ഞാനതു വലിച്ചുകൊണ്ടങ്ങോടിങ്ങോടു നടന്ന് ആനന്ദം വളർത്തുന്നിടുവൻ നിനക്കപ്പോൾ. മനസ്സേ വൈരാഗ്യമുണ്ടായി വന്നിടുമെന്നേ ധ്യാനിക്ക കൊണ്ട് മനഃശുദ്ധിയും താനേ വരും.
അക്കാലം തപമനഃശുദ്ധി കണ്ടാത്മജ്ഞാനം ഉൾക്കാമ്പിലുപദേശം ചെയ്തുണർത്തുവാന് ഭക്തിയും ആനന്ദ സംസിദ്ധിയായെത്തും നിനക്ക് അത്യന്തം മേന്മേൽ നന്നായി വരികെന്ന് ഇത്യാദികൾ മത്സ്യവിഗ്രഹൻ ഭക്തവത്സലൻ അരുൾ ചെയ്തു. ഹരേ തൽസമുദ്രാന്ത അന്തർഭാഗേ താൻ മറഞ്ഞരുളിനാൻ വൃത്തീശൻ സത്യവ്രതൻ താനും അവണ്ണം തന്നെ വിത്തെല്ലാം എടുത്തുകൊണ്ട് ഒരുങ്ങി പാർത്തിടിനാന് സത്വരം അരുൾ ചെയ്ത വണ്ണമങ്ങേഴാതിനെ അപ്തിയിൽ ത്രൈലോക്യവും മഗ്നമായി വന്നു ബലാല് ചിത്തത്തിൽ ജഗന്നാഥൻ തന്നെയും ധ്യാനിച്ചുകൊണ്ട് അത്തലെന്നിയെ നീന്തും വൃത്തീശനതുകാലം മുൽപ്പാടങ്ങടുത്തു കാണായിതു തരണിയും സപ്തർഷി പ്രവരടോടൊത്തതിൽ കരേറിനാൻ തോണിയിൽ കരയെങ്ങും കാണാതെ പലകാലം താണുപോകാതെ മേന്മേലോളങ്ങൾ കളിക്കുമ്പോൾ ദീനതയൊഴിഞ്ഞേഴും മനസ്സേ നാരായണ ധ്യാനമുൾച്ചേരും മുനിമാരുടെ നിയോഗത്താല് മാനവപ്രവരനും മീനവിഗ്രഹനായ ദീനവത്സലൻ തന്നെ ധ്യാനിച്ചു മേവീടുമ്പോൾ വന്നുടൻ വൈസാരിണരൂപിയാം ഭഗവാനും ഉന്നത മഹാശൃംഗം കാട്ടിനാനുയരവേ വന്നിച്ചു നമസ്കരിച്ച് ഉന്നത ഭക്ത്യ കൂപ്പിച്ചെന്നടുത്തേറ്റം പരാക്രമനാനാഗത്തിനാൽ തോണിയും ചേർത്തു ബന്ധിച്ചിടിനാൻ നൃപതിയും ആനന്ദാലയൻ താനും മെല്ലവേ നടകൊണ്ടാന് അക്കാലം സത്യവ്രതൻ തോണിയും വലിച്ചുകൊണ്ടുൾകൃപയോടും എഴുന്നള്ളിടും ഭഗവാനെ പ്രസ്തുതനാക്കിയിട്ട് അതിഭക്ത്യാ കൂപ്പിടും വിധൗ മത്സ്യമൂർത്തിയും ദയാവിത്തനായ അനുക്രമാൽ തത്വജ്ഞാനമുപദേശിച്ചു വഴിപോലെ തൽസ്വരൂപത്തിങ്കലമ്മാർ അനുഗ്രഹിച്ചുടൻ തത്ര ഭൂപനും മത്സ്യമൂർത്തിയുമായി ഉണ്ടായോരുത്തമ സംവാദ നിർബന്ധ കാരണത്തിനാല് സത്തുക്കൾ മാത്സ്യം പുരാണം ജഗൽ പ്രസിദ്ധമായത്രേയും ഭക്ത്യാ പാഠം ചെയ്യുന്നു നിരന്തരം തൽപ്രളയാന്തേ ഹയഗ്രീവ നിഗ്രഹം ചെയ്തും ശില്പുമാനാത്മജ്ഞായങ്ങൾ വീണ്ടുകൊണ്ട് അബ്ജോത്ഭവൻ നിദ്രയെ പിരിഞ്ഞ് അളവങ്ങുടൻ നൽകിയിടിന പിതൃതം ഭക്ത്യാ കൂപ്പി സ്തുതിച്ചു വിരിഞ്ചനും വന്നിച്ചു നമസ്കരിച്ചിടിനോരളവനു വന്ദിച്ചു ജഗത്രയ കാരണനനുഗ്രഹാല് പിന്നെയും സൃഷ്ടി തുടങ്ങിനാൻ മുന്നേ പോലെ ഖിന്നതയൊഴിഞ്ഞഖിലേശ്വര പ്രസാദത്താല് മന്നവൻ സത്യവ്രതനിന്നിപ്പോൾ വൈവസ്വതനെന്നു പേർ പൊങ്ങും മനുപ്രഭരൻ തന്നെ നൂനം എന്നെല്ലാം പറഞ്ഞിടും അഷ്ടമസ്കന്ധം കൊണ്ട്
അന്യോനാദരാലടങ്ങിടിനാൾ കിളിപ്പെണ്ണും. ശ്രീ മഹാഭാഗവതം അഷ്ടമസ്കന്ധം സമാപ്തം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.